ഞാൻ ഫാദർ ജോസഫ് കുരീക്കൽ. ഈ ഇടവക മുഴുവനും ഞങ്ങൾ ആദ്യമെടുത്ത മോട്ടോ തന്നെ ഈ ഓപ്പൺ മിഷൻ ധ്യാനത്തിലൂടെ ക്രിസ്തുവിൽ ഒരുമിച്ച് നമുക്ക് മുന്നോട്ട് എന്നുള്ള ഒരു ഇതാണ് ഞങ്ങൾ എടുത്തത്. ഓരോ അറിയിപ്പ് കൊടുക്കുന്തോറും ഓരോ വീഡിയോസ് ഇതിൻ്റെ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴും എല്ലാം ഞങ്ങൾ ആ തീം പ്രസൻറ്റ് ചെയ്തിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇടവകയിലെ എല്ലാ വീടുകളിലൂടെയും ദീപപ്രയാണം നടത്തി, വചനപ്രയാണം നടത്തി, ജപമാല അഖണ്ഡ ജപമാല നടത്തി, മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്തി, വെള്ളിയാഴ്ചകളിൽ ആരാധന നടത്തി, അങ്ങനെ അവസാനം വരെ ഒരു ആത്മീയ ഒരുക്കലിനു വേണ്ടി ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതെല്ലാവരും കഴിയുന്നത്ര പേര് പങ്കെടുത്തു. എല്ലാവരും വളരെ സന്തോഷവാന്മാരാണ്, എല്ലാവരും വളരെ ഉത്സുകരാണ്. ഞങ്ങളുടെ ഇടവക ഇനി ഇതുവരെ ആ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു മന്ദിപ്പ് അത് മാറിയെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. മുമ്പോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ ഇടവകയെ നല്ലൊരു ഐഡിയൽ ഇടവകയാക്കി, ഒരു മാതൃകാപരമായ നല്ലൊരു ഇടവകയായി മാറ്റുവാനായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കും. അതിനുവേണ്ടി ഞങ്ങൾ സംരംഭങ്ങൾ തുടരുകയും ചെയ്യും. അതിനുവേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളിലൂടെയാണ് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹായിച്ച ഒരുപാട് പേരുണ്ട്. സഹായിച്ച എല്ലാവരെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയും ചെയ്തു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. പഴയ നിയമത്തിലേക്കൊന്ന് കടന്നു ചെന്നാൽ നമുക്കറിയാം, അബ്രാഹത്തെ വിളിക്കുക വിശ്വാസികളുടെ പിതാവ് എന്നാണ്. എനിക്ക് തോന്നിയത് ഈ വിശ്വാസത്തിന്റെ പിതാവ് എന്ന് പറയുന്ന അബ്രാഹത്തിൽ ചേർത്ത് വയ്ക്കാവുന്ന, ഒരിക്കലും അടർത്തി മാറ്റാൻ കഴിയാത്ത മറ്റൊരു സവിശേഷത പ്രത്യാശയുടെ പ്രതീകമായിരുന്നു എന്നുള്ളതാണ്. അബ്രാഹത്തെക്കുറിച്ച് 12-ാം അധ്യായം, ഉൽപ്പത്തി 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ മനോഹരമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവം അബ്രാഹത്തെ വിളിക്കുന്നതിനെ കുറിച്ചാണ്. നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോവുക. നമ്മൾ ഓർക്കണം, 75 വയസ്സുള്ള, ഒരുപക്ഷെ പ്രായത്തിൻ്റെ ക്ഷീണവും പ്രായത്തിൻ്റെ ബുദ്ധിമുട്ടുകളെല്ലാമുള്ള അബ്രാഹത്തോട് പറയുക, നീ കാനാൻ ദേശത്തേക്ക് പോകണം. കാനാൻ ദേശത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അതുവരെ ജനിച്ചു വളർന്ന നാട്, തനിക്കുള്ള ബന്ധുമിത്രാദികൾ, തൻ്റെ സമ്പത്ത് പലതും അവിടെ ഉപേക്ഷിക്കേണ്ടി വരും. ഇതെല്ലാം വിട്ടുപേക്ഷിച്ച് പോകാൻ നീ തയ്യാറാണോ? ആ ചോദ്യത്തിൻ്റെ മറുഭാഗം എന്താണെന്നറിയാമോ? കർത്താവിൽ ആശ്രയിച്ച്, യഹോവയിൽ ആശ്രയിച്ച് നിന്റെ ജീവിതം യഹോവ കൊണ്ടു നടക്കുമെന്ന പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ നീ തയ്യാറാണോ? 75 വയസ്സുള്ള അബ്രാഹത്തിന് മറു ചോദ്യങ്ങൾ ഒന്നുമില്ലായിരുന്നു. യാത്ര മുന്നിടുമ്പോൾ വീണ്ടും നമ്മൾ കാണും 13-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ സഹോദരപുത്രൻ ലോത്തുമായിട്ടാണ് യാത്ര പോവുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ലോത്തിൻ്റെ മക്കളും ബന്ധുമിത്രാദികളും ജോലിക്കാരും എല്ലാം എണ്ണത്തിൽ ഒത്തിരിയേറെ പെരുകി. അവരെ സംബന്ധിച്ച് അല്പമൊക്കെ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു തുടങ്ങി. അവിടെ ജോലിക്കാർക്കിടയിൽ അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നീ എൻ്റെ സഹോദരപുത്രനാണ്, ഈ ദേശം നിനക്ക് കാണാം, നീ ഏത് ഭാഗം വേണമെങ്കിൽ തിരഞ്ഞെടുത്ത് നമ്മൾ തമ്മിൽ വേർപിരിയുന്നതാണ് നല്ലത്. നീ ഇടത്തുവശത്തേക്ക് പോകുമെങ്കിൽ ഞാൻ വലത്തുവശത്തേക്ക് പോകാം, നീ വലത്തേക്ക് കാണാൻ പോകുന്നത് ഞാൻ ഇടത്തേക്ക് പോകാം, നീ എങ്ങോട്ട് പോയാലും മറുഭാഗം ഞാൻ തിരഞ്ഞെടുക്കാം. അബ്രാഹത്തിൻ്റെ വലിയ ബോധ്യം, ഞാൻ എങ്ങോട്ട് പോയാലും എൻ്റെ തമ്പുരാൻ എൻ്റെ കൂടെ ഉണ്ടാകും എന്നുള്ളതാണ്. വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം തുടങ്ങി നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാർ 4 പേർ ഒരു ഭാഗത്തും 5 പേർ മറുഭാഗത്തും ചേർന്ന് യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ ലോത്തിനെയും ലോത്തിൻ്റെ കുടുംബങ്ങളെയും വേലക്കാരെയും
അതുപോലെ തന്നെ സമ്പത്ത് മുഴുവൻ ഒരു കൂട്ടം രാജാക്കന്മാർ പിടിച്ചെടുത്തു. അബ്രാഹാം അത് അറിഞ്ഞു. ഓർക്കണം, 9 രാജാക്കന്മാരെ യുദ്ധം ചെയ്യുന്നു, 4ഉം 5ഉം കണക്ക്. അവരുടെ കയ്യിൽപ്പെട്ടാൽ തിരിച്ചു വരിക അസാധ്യമാണ്. എന്നിട്ടും അബ്രാഹാം തൻ്റെ കൂടെയുള്ളവരുടെ കൂടെ ചെന്ന് ലോത്തിനെ മോചിപ്പിക്കുന്നുണ്ട്. അബ്രാഹത്തിൻ്റെ കരുത്ത് എന്താണെന്നറിയാമോ? എന്നെ വിളിച്ച ദൈവം, കാനാൻ ദേശത്തേക്ക് പോകണമെന്ന് എന്നോട് ആവശ്യപ്പെട്ട ദൈവം, ആ ദൈവം എന്നെ കൈവിടുകയില്ല. വലിയ പ്രത്യാശയോടെ ദൈവത്തിൽ ആശ്രയിച്ച് അബ്രാഹാം ലോത്തിനെ വീണ്ടെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ കാണും 15-ാമത്തെ ഉൽപ്പത്തി പുസ്തകം 5-ാമത്തെ വാക്യം തുടങ്ങി അബ്രാഹത്തോട് ദൈവം പറയുക, നിനക്ക് നക്ഷത്രങ്ങൾ എപ്രകാരമാണ് ആകാശത്ത് കാണുക, അതുപോലെ നിന്റെ സന്താന പരമ്പരയുണ്ടാകും. 99 വയസ്സായ മനുഷ്യനോട് പറയുക. അബ്രാഹാം ഒരു പക്ഷെ വേണമെങ്കിൽ പുച്ഛിച്ച് തള്ളാം, ദൈവം എന്നെ കളിയാക്കുകയാണ് ചിന്തിക്കാം. ഉൽപ്പത്തി തന്നെ 17-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയും, 100 വയസ്സ് കഴിഞ്ഞ മനുഷ്യന് കുഞ്ഞുങ്ങളുണ്ടാകുമെന്ന് അബ്രാഹാം ചോദിക്കുന്നുണ്ട്. വന്ധ്യയായ സാറായ്ക്ക് മക്കളുണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിലും തമ്പുരാനിൽ പ്രത്യാശ അർപ്പിച്ച് അവൻ്റെ വാക്കുകൾ വ്യഥാവിലാവുകയില്ല എന്ന ബോധ്യത്തോടെ മുന്നോട്ട് പോയി ഒരു ജനതയുടെ മുഴുവൻ പിതാവാകുന്ന അബ്രാഹാം തമ്പുരാനുള്ള പ്രത്യാശയ്ക്ക് മറുവാക്കില്ല എന്ന് ഉറക്കെ സ്ഥാപിക്കുകയാണ്. വീണ്ടും 22-ാം അധ്യായം നമ്മോട് പറയുക, അതൊരു പക്ഷേ വിശുദ്ധ ഗ്രന്ഥത്തിൽ എന്നും നമ്മൾ ഓർക്കുന്ന ഒരു വാക്യമാണ്. തൻ്റെ ഏക മകനെ ബലി ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ മകനെയും കൂട്ടി മോറിയ മലയിൽ ചെന്ന് വിറകടക്കി മകനെ ചാർത്ത് കിടത്തി വാളോങ്ങുന്ന അബ്രാഹാം. നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ? സന്താന പരമ്പര നിന്നിലൂടെ ഉണ്ടാകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആ യഹോവയുടെ വാഗ്ദാനം നിറവേറണമെങ്കിൽ ഈ മകൻ ജീവിച്ചിരിക്കണമെന്ന ബോധ്യം അബ്രാഹത്തിനുണ്ട്. അങ്ങനെയുള്ള ബോധ്യമുള്ള അബ്രാഹാം പോലും മകന് ബലി കൊടുക്കാൻ ദൈവം ആവശ്യപ്പെടുമ്പോൾ ഒരു ചഞ്ചലിപ്പുമില്ലാതെ അതിന് തയ്യാറാകുന്നു. കാരണം ഒന്ന് മാത്രം, ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ യഹോവയിലാണ്. എൻ്റെ പ്രത്യാശ മുഴുവൻ എൻ്റെ യഹോവയിലാണ്. അവൻ എന്നെ കൈവിടുകയില്ല. സ്നേഹമുള്ളവരെ, ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുക, ഇതുപോലെ ദൈവത്തിൽ പ്രത്യാശ ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ്. എന്തെല്ലാം സംഭവിച്ചാലും, ഏതെല്ലാം പ്രതികൂലങ്ങളുണ്ടെങ്കിലും പ്രത്യാശയുടെ ഭാഷ, വിശ്വാസത്തിൻ്റെ ജീവിതശൈലി അവലംബിക്കാൻ കഴിയുക. ഈ പോപ്പുലർ മിഷൻ ധ്യാനം നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത് ഇതുപോലെ പ്രത്യാശയിലേക്കാണ്. ദൈവത്തോടൊപ്പമായിരിക്കാൻ നമ്മെ ക്ഷണിക്കുന്ന ദിനങ്ങളാണ് ഈ ദിനങ്ങളെല്ലാം. പ്രത്യാശ എന്ന് പറയുക നമ്മുടെ ജീവിതത്തിനുള്ള ഊർജ സ്രോതസ്സാണ്. എന്തും സംഭവിക്കട്ടെ, എൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചാൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പ്രതിബന്ധങ്ങൾ ഇല്ലാതാകുമെന്നല്ല, തരണം ചെയ്യുവാനുള്ള ആത്മീയ ബലവും കരുത്തും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും അവൻ നമുക്ക് നൽകും. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാവി നിശ്ചയിക്കുന്നതും തമ്പുരാന് നമ്മൾ അർപ്പിക്കുന്ന പ്രത്യാശയാണ്. സ്നേഹമുള്ളവരെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ ഈ പ്രത്യാശ മാറ്റിമറിയിക്കും. അതുകൊണ്ട് തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ കഴിയണം. റോമാക്കാരുടെ ലേഖനം 8-ാം അധ്യായം 35-ാമത്തെ വാക്കിൽ പറയുന്നുണ്ടല്ലോ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ. ഇതെന്തു വന്നാലും എൻ്റെ തമ്പുരാനുള്ള പ്രത്യാശ ഒരിക്കലും കൈവിടാതെ ഞാൻ മുന്നോട്ട് പോകുമെന്ന് പറയുന്ന അപ്പസ്തോലൻ്റെ വാക്കുകൾ നാം ചങ്കിലേറ്റുകൊണ്ട് വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയാണ്. പഴയ നിയമത്തിൽ ഒത്തിരിയേറെ കഥാപാത്രങ്ങൾ നമുക്കറിയാം. ജോസഫിൻ്റെ ജീവിതം, ദാവീദ് രാജാവിൻ്റെ ജീവിതം, ഏലിയ പ്രവാചകൻ്റെ, നെഹമിയ പ്രവാചകൻ്റെ എല്ലാം ജീവിതങ്ങൾ, കടന്നുപോയ തീക്കനലിൽ കൂടി നടന്നാലെന്ന വണ്ണം കടന്നുപോയ സഹനത്തിൻ്റെ നാളുകൾ, തിരസ്കരണത്തിൻ്റെ അനുഭവങ്ങൾ, തമ്പുരാൻ്റെ വഴിയിൽ നിന്ന് വേർപെട്ട് നടന്നുപോയ അവസരങ്ങൾ, ജനം തെറ്റിദ്ധരിച്ചത്, ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും യഹോവയിൽ പ്രത്യാശ അർപ്പിച്ച് കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത വലിയ സാക്ഷ്യമായ അവരുടെ ജീവിതങ്ങളെല്ലാം മാറുന്നുണ്ട്. പത്രോസ് സ്ലീഹായെ നമുക്കെല്ലാം അറിയാം. കർത്താവിനെ അറിയില്ലെന്ന് നിഷേധിച്ചവനാണ്. സാത്താനൻ ദൂരെ പോകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞവനാണ്. അങ്ങനെയൊക്കെയാണെങ്കിലും സഭയുടെ അമരക്കാരനായി മാറാൻ മാത്രം കർത്താവിൽ വിശ്വസിക്കാനും പ്രത്യാശ അർപ്പിക്കാനും കഴിഞ്ഞ വ്യക്തിയാണ്.
പൗലോസ്ലീഹയുടെ ജീവിതം നമ്മുടെ മുമ്പിലുണ്ട്. സാവൂളായിരുന്ന പൗലോസ്ലീഹ ക്രൈസ്തവരെ കൊന്നൊടുക്കാൻ വേണ്ടി യാത്ര ചെയ്ത വ്യക്തിയാണെന്നറിയാം. കർത്താവ് എപ്രകാരം മാറ്റിയെന്നും വലിയ പ്രത്യാശയുടെ സാക്ഷ്യമായ ജീവിതം മാറുന്നുവെന്നും നമുക്കെല്ലാം അറിയാം. സ്നേഹമുള്ളവരെയും, ഇന്നേ ദിനം നാം ഓർക്കേണ്ടത് ഞാനും നിങ്ങളും ആരാണെന്നല്ല, ഞാനും നിങ്ങളും ആരോടുകൂടെയാണെന്നുള്ളതാണ്. ഞാനും നിങ്ങളും തമ്പുരാനോടൊപ്പമാണെന്നുള്ളതാണ്. ആ ബോധ്യമാണ് നമ്മുടെ ജീവിതത്തെ പ്രത്യാശാഭരിതമാക്കുക, മുന്നോട്ട് പോകാനുള്ള ഊർജം നമുക്ക് നൽകുക, പരിശുദ്ധാത്മാവിന് കൃപ നമുക്ക് നൽകുക. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. കർത്താവിലെന്നും എന്റെ ആശ്രയം, കർത്തൃസേവയൊന്നാണ് ജീവിതം. കഷ്ടമോ നഷ്ടമോ എന്തു വന്നിടിലും കർത്താവിൻ പാദം ചേർന്നു പോകും ഞാൻ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്ത്തുമേശുവേ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലൊഴിയിൽ ഹല്ലേലൂയ പാടും ഞാൻ. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ശിരസ്സു കുനിച്ച് എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഈശോയെ നോക്കി പാടിക്കുകയും ആരാധന, കൈകൾ കൂപ്പി ആരാധന, ആരാധന, ആരാധന. ചേർന്ന് പാടൂ. ആരാധന, ആരാധന, ആരാധന. ആരാധന, ആരാധന. അല്പം കൂടെ സ്വരത്തിൽ പാടിക്കേ. ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും ഒക്കെ നിറയപ്പെടുന്ന സമയം. കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ധ്യാനം സ്വീകരിച്ച് മുമ്പോട്ടുള്ള വഴികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മേഖലകൾ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നില്ലേ? ആ മേഖലകളിൽ അതിശക്തമായ തീരുമാനമെടുക്കുക. ഒരുപക്ഷെ ചില തെറ്റായ സ്നേഹബന്ധങ്ങൾ ഉപേക്ഷിക്കേണ്ടവ ഉപേക്ഷിക്കണം. കണ്ണടച്ച് രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് പറയും, ഈശോയെ, ഞാൻ ബലഹീനനാണ്, ഞാൻ ബലഹീനയാണ്. എനിക്ക് പരിശുദ്ധാത്മാവിന് ശക്തി ഉണ്ടെങ്കിലേ ഈ പാപബന്ധനത്തെ ഉപേക്ഷിക്കാൻ പറ്റൂ. എൻ്റെ ജീവിതത്തിൽ സ്വയം നിയന്ത്രിക്കാൻ പരിശുദ്ധാത്മാവെ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ശ്രദ്ധിക്കണം. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, വിശ്വാസം, ആത്മസംയമനം. ഈശോയോട് പറ, ഈശോയെ, ഈ ഫലങ്ങൾ എന്നിൽ നിറയണമേ. ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ചിലർക്ക് ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എന്താണെന്നറിഞ്ഞുകൂടാ. സ്നേഹിക്കാൻ തോന്നുന്നില്ല, ബഹുമാനിക്കാൻ തോന്നുന്നില്ല, മക്കളെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. ഒരുപക്ഷെ മക്കൾക്ക് മാതാപിതാക്കളെ സ്നേഹിക്കാൻ തോന്നുന്നില്ല. ഈ സമയം പ്രാർത്ഥിക്കൂ, പരിശുദ്ധാത്മാവേ, നിന്റെ സ്നേഹം എന്നിൽ നിറയണമേ. ക്ഷമിക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ,
ഈ ദിവസങ്ങൾ തീരുമാനമെടുത്തതാ. എന്നിട്ടും ചില ഓർമ്മകൾ, ചില സംഭവങ്ങൾ മനസ്സിൽ ഇങ്ങനെ നീറിപ്പുകയുന്നു. പരിശുദ്ധാത്മാവേ, ക്ഷമിക്കാൻ എനിക്ക് കൃപ വേണം. വിശ്വസ്തയോടുകൂടെ കുടുംബ ബന്ധങ്ങളിലായിരിക്കാൻ, ജോലിക്കാര്യങ്ങളിൽ വിശ്വസ്തത പുലർത്താൻ, ദൈവവിളിയോട് വിശ്വസ്തത പുലർത്താൻ പരിശുദ്ധാത്മാവേ കൃപ വേണം. വിശ്വാസ മേഖലയിൽ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം നിന്റെ വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന പല കാര്യങ്ങളും ഉണ്ടാവാം. ഈ സമയം പ്രാർത്ഥിക്കുക, ഈശോയെ, പരിശുദ്ധാത്മാവിലൂടെ എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തെ നശിപ്പിക്കുന്ന ഒന്നും എൻ്റെ വീട്ടിലുണ്ടാവല്ലേ. ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ തീരുമാനമെടുക്കണം. കുടുംബങ്ങളിലിരുന്ന് വിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന, മറ്റുള്ളവരുടെ വിശ്വാസത്തെ നശിപ്പിക്കുന്ന സംസാരങ്ങൾ ഉണ്ടാവില്ല. അത് വൈദികരെ കുറിച്ചാവാം, ബിഷപ്പുമാരെ കുറിച്ചാവാം, ഇടവകകളെ കുറിച്ചാവാം, ഇടവക അംഗങ്ങളെ കുറിച്ചാവാം, രൂപതയെ കുറിച്ചാവാം, മറ്റുള്ളവരെ കുറിച്ചാവാം. തീരുമാനമെടുക്കണം. വിശ്വാസം നഷ്ടപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള ചിന്തകളിലേക്കും സംസാര രീതികളിലേക്കും കൂട്ടുകെട്ടിലേക്കും ഞാൻ പോവില്ല. പരിശുദ്ധാത്മാവേ, ആത്മസംയമനം വേണം. ആത്മസംയമനം, നിയന്ത്രിക്കാൻ, സ്വയം നിയന്ത്രിക്കാനുള്ള ശക്തി. ചിലർക്ക് വായിൽ എപ്പോഴും ചീത്തവാക്ക്, കുത്തുവാക്കുകൾ, പരാതി പറച്ചില്, നിയന്ത്രണമില്ല. പരിശുദ്ധാത്മാവേ, എനിക്ക് നിയന്ത്രണം വേണം. വ്യക്തമായി പരിശുദ്ധാത്മാവ് നിനക്ക് സന്ദേശം നൽകുന്നുണ്ടല്ലോ, നീ അത് സ്വീകരിക്കുക. ദൈവം ആഗ്രഹിക്കാത്ത സന്തോഷം നീ തേടിപ്പോകരുത്. ദൈവം അനുവദിക്കാത്ത ബന്ധങ്ങൾ നിനക്ക് പാടില്ല. നിന്റെ തലയ്ക്കകത്ത് പലതും തോന്നും, ലോകം പലതും വെച്ച് നീട്ടും. സ്വയം നിയന്ത്രിക്കണം. നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കണം. പ്രത്യേകിച്ച് കണ്ണുകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കാഴ്ച, ആവശ്യമില്ലാത്തത് കാണില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല. പരിശുദ്ധാത്മാവേ, ഇതിൻ്റെ തീരുമാനമാണ്. പ്രത്യേകിച്ച് മൊബൈൽ ഫോണിൻ്റെയൊക്കെ നിയന്ത്രണം ഞാൻ സ്വയം നിയന്ത്രിക്കും. ദൈവം അനുവദിക്കാത്തത് കാണാതെ, ദൈവം അനുവദിക്കാത്ത ബന്ധങ്ങളിലേക്ക് പോകാതെ ഞാൻ എന്നെ സംരക്ഷിക്കും. ഈ സമയം പരിശുദ്ധാത്മാവിനോട് പറയുക. എന്നിട്ട് പരിശുദ്ധാത്മാവിനോട് ദാഹിച്ചേ. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവ് എൻ്റെ മേലും നിറയട്ടെ. ശിഷ്യന്മാര് കുറവുകളുള്ളവരായിരുന്നു. ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ ഒത്തിരി കുറവുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പന്തക്കുസ്താ ദിവസം പരിശുദ്ധാത്മാവിന്റെ ശക്തി സ്വീകരിച്ചതിന് ശേഷം അവരുടെ സ്വഭാവ രീതികൾക്ക് വ്യത്യാസം വന്നു. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ശക്തി, തീനാവിന്റെ ശക്തി അവരുടെ മേൽ പറന്നിറങ്ങി. സ്ലീഹന്മാരിൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് എൻ്റെ മേലും നിറയട്ടെ. നമുക്കെല്ലാവർക്കും ഈ നിമിഷം കണ്ണുകളടച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരിൽ നിറഞ്ഞ അതേ ശക്തി എൻ്റെ മേലും നിറയട്ടെ. ചേർന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ അഭിഷേകം എന്നെ നിറയ്ക്കണമേ. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ്. സ്ലീഹന്മാരിൽ നിറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയാൻ. ആ നീട്ടിപ്പിടിച്ച കരങ്ങള് നെഞ്ചോട് ചേർത്ത് വെച്ച്, 2 കരങ്ങൾ നെഞ്ചോട് ചേർത്ത്. സ്ലീഹന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് എന്നിൽ നിറയട്ടെ. നമുക്ക് പരിചയമുള്ള ഗാനത്തിന്റെ ഈരടികളാണ്. സ്ലീഹന്മാരിൽ നിറഞ്ഞ പോൽ എന്നിൽ നിറയണമേ. ചേർന്ന് എല്ലാവരും പാടി പ്രാർത്ഥിച്ചേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. ചേർന്ന് പാടൂ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി, ശക്തിയേകി നയിക്കണേ. അല്പം കൂടെ സ്വരമുയർത്തി ഒന്ന് പാടിക്കേ. സ്ലീഹന്മാരിൽ നിറഞ്ഞപ്പോ
ശക്തിയേകി നയിക്കണേ. നമ്മൾ തുടർന്ന് പരസ്പരം പ്രാർത്ഥിച്ച് ബലം പ്രാപിക്കുന്നു. ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക. ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക. ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക. കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കേ. ഈ 2 പേരായി മുഖത്തോട് മുഖം തിരിഞ്ഞു നിൽക്കുക. നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയുടെ ശിരസിന് മുകളിൽ നിങ്ങളുടെ വലതുകരം വെച്ച് പ്രാർത്ഥിച്ചോ. ആര് തന്നെയും ആയിക്കൊള്ളട്ടെ. ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തിന്റെ സമാപന മണിക്കൂറിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി, ഇതൊരു കൈവപ്പ് പ്രാർത്ഥനയാണ്. പരിശുദ്ധ അൾത്താരയിൽ നിന്ന് ബഹുമാനപ്പെട്ട അഭിഷിക്തർ നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്ന ഇതേ നിമിഷം നിങ്ങളും ഇതേ നിമിഷം ഇതാ നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിയുടെ മേൽ കൈകൾ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഒറ്റയ്ക്ക് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ 2 or 3 പേരായി ചേർന്ന് നിന്നുകൊള്ളുക. ഈ സമയം പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് നിറയട്ടെ, ഈ വ്യക്തിയിൽ നിറയട്ടെ. ഈ വ്യക്തിക്ക് എന്താണ് ആവശ്യമെന്ന് നിനക്കറിഞ്ഞുകൂടെ, പക്ഷെ പരിശുദ്ധാത്മാവിന് അറിയാം. പരിശുദ്ധാത്മാവെ ഈ വ്യക്തിയിൽ നിറയണമേ, ഈ വ്യക്തിയിൽ നിറയണമേ, ഈ വ്യക്തിയിൽ ദൈവ കൃപകൾ കൊണ്ട് നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ, അറിവിന്റെ വചനം, ജ്ഞാനത്തിന്റെ വചനം, വിശ്വാസവരം, രോഗശാന്തി വരം, അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരം, പ്രവചനവരം, ആത്മാക്കളെ വിവേചിക്കാനുള്ള വരം, ഭാഷാവരം, വ്യാഖ്യാനവരം. ഓ പരിശുദ്ധാത്മാവേ ഇവരിൽ നിറയട്ടെ, ഇവരിൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിറയട്ടെ. ജ്ഞാനം, ബുദ്ധി, ആലോചന, ആത്മശക്തി, അറിവ്, ഭക്തി, ദൈവഭയം. ഓ പരിശുദ്ധാത്മാവേ ഇവരിൽ നിറയട്ടെ, ഇവരിൽ നിറയട്ടെ. എല്ലാവരും നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാ പ്രേരിപ്പിക്കുന്നത് അതുപോലെ നിങ്ങളുടെ മുമ്പിലുള്ള വ്യക്തിക്ക് വേണ്ടി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഓ പരിശുദ്ധാത്മാവേ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ വ്യക്തിയുടെ മേൽ ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മാവ് നിറയട്ടെ. വിവേചനത്തിന്റെ ശക്തിയുടെ ആത്മാവ് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ശക്തി നിറയട്ടെ. പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ ശക്തി ഈ നിമിഷങ്ങൾ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചേർന്നെല്ലാവരും പ്രാർത്ഥിച്ചേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞാൻ ജോസഫ് ശൗരി, കോനൂർ സെൻറ്റ് ജോസഫ് ഇടവാംഗമാണ്. ഇപ്പോൾ നടക്കുന്ന പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ജനറൽ കൺവീനറാണ്. ഈ ധ്യാനത്തിലൂടെ ഞങ്ങളുടെ ഇടവയിലെ എല്ലാ കുടുംബങ്ങൾക്കും കുടുംബ നവീകരണവും ആത്മീയ ഉണർവും ലഭിച്ചിട്ടുണ്ട്. ഈ ധ്യാനം ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ വൈദികർക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇടവക വികാരി അച്ഛനും നന്ദി രേഖപ്പെടുത്തും.